ഇപ്പൊ ഈ എന്താ പറയണ്ടേ, ജനാധിപത്യം, ജനാധിപത്യത്തിലെ ഇക്വാളിറ്റി ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള സിസ്റ്റമാണ് ട്രാൻസ്പെറൻസി. അതായത് എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ, പൊതുജനം മുഴുവൻ ഒരുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് അത്രയും ഇക്വാളിറ്റി ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു സിസ്റ്റം ഇല്ല. അല്ലാതെ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കോ, അങ്ങനെ ഒരു സിസ്റ്റമാണ് വേണ്ടത്. എല്ലായിടത്തും ഇക്വാളിറ്റി, എല്ലാ സ്ഥലത്തും എല്ലാ രീതിയിലും ഈക്വൽ പാർട്ടിസിപ്പേഷൻ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകും. എല്ലാവരുടെയും അഭിപ്രായത്തിന് വിലയുണ്ട്. പലർക്കും പല കാര്യങ്ങൾക്കും പ്രതിഷേധിക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ ഇത് തിരുത്തണമെന്നുണ്ട്. അതെവിടെ പോയി ആരോട് തിരുത്താൻ? പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിനോട് എന്താണ്? പ്രതിഷേധങ്ങളെ ഒന്നും പ്രതിഷേധമല്ല ഇനി നടക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ സെറ്റപ്പിനകത്ത് പ്രതിഷേധിക്കേണ്ടി വരുന്നില്ല. കാരണം അഭിപ്രായങ്ങൾ എടുക്കുക ചെയ്യുന്നത് എന്തിൻ്റെ. ഇതിനേക്കാൾ ബെറ്ററായിട്ട് ഇപ്പം നമ്മൾ പറയുന്ന കാര്യത്തിനകത്ത് അങ്ങനെ എനിക്കായിട്ടൊരു സാധനം ഇല്ല ഇവിടെ. ഈ കാണിക്കുന്ന കണ്ടാൽ ഓർക്കും ഞാൻ നാളെ ഇവിടെ ഞാൻ ചെയ്യാം, അല്ലെ എനിക്ക് എന്തോ പ്രത്യേക പവർ വരുന്നുണ്ടെന്നുള്ളൊരു ധാരണയുണ്ട്. ആ പവർ എൻ്റെ അല്ല ശരിക്കും. അത് ഈ പറഞ്ഞ കൂട്ടായ്മയിൽ എല്ലാവരും നിന്ന് ഒന്നിച്ച് നിന്ന് ചെയ്യേണ്ട പവറാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇത് നടക്കുമെന്ന് ചോദിക്കും. ഇത് നടക്കാതെ പിന്നെ എവിടെ പോകാൻ? എന്നെ ആളുകൾ സപ്പോർട്ട് ചെയ്താൽ, അല്ലെ ഇത്രയും പേര് ഒന്നിച്ചൊരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ നടത്താതിരിക്കാൻ ആർക്കാ പറ്റുന്നത്? അങ്ങനെയൊക്കെ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അതാണ് ജനാധിപത്യം. ഇക്വാളിറ്റിയും വേണം. താങ്കൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് പ്രതികരണം? എവിടുന്നേലും ആരെങ്കിലും ഒക്കെ വിളിക്കുകയും ചെയ്തോ? എനിക്കിപ്പോ എന്നെ അറിയാവുന്നവർക്കൊക്കെ വളരെ സന്തോഷമായിരുന്നു. നീ പറയുന്നതൊക്കെ ശരിയാണ്, ഇത് നടന്നു കിട്ടുന്നത് നല്ലതാന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പലരും പല നാട്ടിലല്ലേ. ഇവിടെ തിരുവല്ലയിലുള്ളവർ കുറച്ചുപേരെ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ. പിന്നെ എല്ലാവരും അറിഞ്ഞു എന്ന് ചോദിച്ചാൽ എല്ലാവരും അറിഞ്ഞിട്ടില്ല. എനിക്ക് അങ്ങനെ പ്രചരണത്തിനുള്ള പരിപാടി നടന്നിട്ടില്ല. അതുകൊണ്ട് അറിയുന്നുണ്ട് ആളുകൾ. ഞാൻ പറഞ്ഞ വേറെ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പൊ ഇങ്ങനൊരു ആശയം വരുമ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുക. ഞാൻ ഈ പറയുന്ന ട്രാൻസ്പെറൻസ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്കിത് പ്രത്യേകം ചെന്ന് പറയുക, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പ്രകടനം നടത്തുക എന്ന് പറഞ്ഞാൽ പോലെ എൻ്റെ ഒരു കൺസെപ്റ്റിൽ അത് ശരിയല്ല. മനസ്സിലാകുന്നുണ്ട്. ഇപ്പൊ ഇത് കേട്ടറിഞ്ഞ ഒരാൾ അത് അടുത്ത ആളോട് പറയേണ്ട ആവശ്യമുള്ളതായിട്ടാണ് തോന്നുന്നുണ്ട്. എനിക്കങ്ങനെയാണ് തോന്നിയേക്കുന്നത്. കാരണം ഞാൻ ഈ പറയുന്നത് ഇപ്പൊ എൻ്റെ ബാക്ക്ഗ്രൗണ്ടോ എൻ്റെ മുടി വളർന്നതോ എൻ്റെ താടി വളർന്നതോ ഒരു പ്രശ്നമല്ല. ഞാൻ എത്രക്കാരനായാലും നിനക്കൊരു ഐഫോൺ മേടിച്ച് തരുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണോ, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലാതെ ഈ തന്ന ആൾക്ക് അയാൾ ഏത് ജാതിയോ മതമാണെന്ന് നോക്കേണ്ട കാര്യമില്ല. അയാളുടെ കയ്യിൽ ചെളിയുണ്ടോ കറയുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ല. അത് ഉപയോഗിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ, ഉപയോഗിക്കാൻ നല്ലൊരു സാധനം തരുന്ന ഒരാളെ ഞാൻ തരുന്ന അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഈ വ്യക്തിയായിട്ടൊന്നും ചെയ്യുന്നില്ല. ഞാനൊരു സിസ്റ്റമാണ് മുന്നോട്ട് വെച്ചേക്കുന്നത്. മനസ്സിലായോ? ആ സിസ്റ്റത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മനുഷ്യൻ മറ്റൊരോട് പറയണം, അല്ലെ ഇത് അറിയിക്കണം. അറിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാരണം ട്രാൻസ്പെറൻസിയിൽ അതാ ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പാർട്ടിസിപ്പേഷൻ ആൾക്കാർ എടുത്താൽ മാത്രമേ ഇത് വിജയിക്കുന്നുള്ളൂ. അതിനകത്ത് ഇപ്പോഴേ ഉത്തരവാദിത്വം ഉണ്ട്. അതിന് നാളെ ഇത് ആക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ഉത്തരവാദിത്വം അല്ലേ. അത് ഞാൻ നടന്ന് എന്തുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു സംഭവം അല്ല അത്.